ഇവൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കരുത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നാൽ ഞാൻ ഒരു തവണ കൂടി വരും. അതിനിട ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത്? കണ്ണാ, നീ എന്തെങ്കിലും നാശം പിന്നെ ഒപ്പിച്ചോ? എന്തോ അമ്മേ? ആ കൊച്ചിനെ വിളിക്കോ മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ അവർ വീണ്ടും വന്നിരിക്കുന്നേ? ഇതാ വിളിക്കുന്നു. കേറുക. എന്താ പ്രശ്നം? അവനെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് അവനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തീർക്കുക. പറയാം മാഡം, സമാധാനപ്പെടും. എന്ത് സമാധാനപ്പെടാൻ? മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഓരോന്നുണ്ടായി ഞാൻ എന്ത് ചെയ്യും? അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അതാണ് അമ്മയ്ക്ക് സംശയമുണ്ട്. എന്റെ ഫോൺ എടുത്തു, എന്റെ ഫോണിലോട്ട് പലവട്ടം വിളിക്കും. ഞാനത് എടുത്തിട്ട് പോലും ഇല്ല. അത് തന്നെ പ്രശ്നം. അത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. എന്താ പ്രശ്നം? അവൻ വിളിച്ചിട്ടുമില്ല, അവള് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുമില്ല. അതിനുശേഷം മോൾ ആകെ ഡിപ്രഷനില്ല. ഞങ്ങൾ ആവുന്നത്ര സംസാരിച്ചു നോക്കി. 1-2 കൗൺസിലിംഗും കഴിഞ്ഞു. അവൾ ഇതുവരെ നോർമല്ല. ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ പറ, അതുപോലെ ചെയ്യാം. അവൻ അവളോടൊന്ന് സംസാരിക്കണം. ഫോണിലോ നേരിലോ, കഴിയുമെങ്കിൽ നേരിലൊന്ന് കാണണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോടെ സന്തോഷം ഉണ്ടാവും. എനിക്കൊന്നും പറ്റില്ല, ഞാനൊന്നും വരില്ല. മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക. എന്താടാ കൊച്ചിനോടൊന്ന് സംസാരിച്ചാലേ? എനിക്ക് വയ്യ. ഇത് എന്താന്നാ ചോദിച്ചു? ചേട്ടാ, ഇത് ഞാനിപ്പോ എന്ത് ചെയ്യാന്? നേരത്തെ അവൾക്ക് മെസ്സേജ് അയച്ചപ്പോ എല്ലാരോടും എന്നെ കൊല്ലാൻ വന്നു. ഇപ്പൊ നാട് പറയുന്നത് ഞാൻ അവളെ പോയി കാണാന്. എനിക്കൊന്നും പറ്റത്തില്ല. സത്യം പറ, നീ അവളെ ഒന്ന് കണ്ടെന്ന് വിചാരിച്ച് എന്തോ സംഭവിക്കും? അതെ അമ്മ, ഞാൻ അവളെ കാണാൻ പോയ നിമ്മി അറിയും. നിമ്മിയോ? നിമ്മിയോ? അതിനെ ആരാ? അത് അവളുടെ കൂട്ടുകാരിയാ. അതാണോ നിന്റെ പുതിയ പ്രേമം? നിമ്മിയുണ്ടല്ലോ, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട, അവന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ കൊണ്ട് അങ്ങോട്ട് വരാം. ശരി, വലിയ ഉപകാരം. ശരി സിനിമ, കാണാം.